ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 51, ശ്ലോകം 9-10. വിഷാണിയാമവിമുരളീം നിദംബകേ നിവേശയൻ കബളധര കരാംബുജേ പ്രകാശയൻ കളവജനൈകുമാരകാൻ ബുഭോജിത ത്രിദശഗണൈർമുദാനുദഗ. അന്വയം. അർത്ഥം: ത്വം അങ്ങ്, വിഷാണിയാം കൊമ്പും, മുരളിയും ഓടക്കുടലും, നിതംബകെ അരക്കെട്ടിൽ, നിവേശയൻ തിരികെ വെച്ച്, കരാംബുജെ മനോഹരമായ കയ്യിൽ, കബളധരക ഉരുളയെടുത്ത്, കളവചനൈ മനോഹരമായ വാക്കുകളാൽ, കുമാരകാൻ ഗോപകുമാരന്മാരെ, പ്രകാശയൻ പുഞ്ചിരിപ്പിക്കുന്നവനായി, ത്രിദശഗണൈ ദേവന്മാരാൽ, മുദാ സന്തോഷത്തോടുകൂടി, നുദക സ്തുതിക്കപ്പെട്ടവനായി, ബുഭോജിത ആഹാരം കഴിച്ചു. ഹരിയോ. സാരം: കൊമ്പും ഓടക്കുടലും അരയിൽ തിരികെ ഉരുളയെടുത്ത് ഗോപബാലന്മാരുടെ നടുവിലിരുന്ന് നേരം പോക്കുകൾ പറഞ്ഞ് അവരെ രസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഉണ്ണുന്നത് കണ്ട് ദേവന്മാർ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ ബാലലീലകളിൽ ആശ്ചര്യ കുതികളായി അദ്ദേഹത്തെ സ്തുതിച്ചു. ഹരിയോ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സുഖാസനം തികതവ ഗോപമണ്ഡലേ മകാശനാ പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതാ സ്ത്രീദശവരൈർജഗന്പദേ മരുൻപുരീ നിലയ ഗദാൻ പ്രവാഹി മാം. അന്വയം. അർത്ഥം: മരുത്പുരീ നിലയ ഗുരുവായൂരപ്പ, ജഗത് പ്രഭു ലോകനായക, തവ അങ്ങയ്ക്ക്, ഇഹ ഈ വൃന്ദാവനത്തിൽ, ഗോപമണ്ഡലേ ഗോപസമൂഹത്തിലിരുന്ന്, സുഖാസനം സന്തോഷത്തോടുകൂടി കഴിക്കുന്ന ആഹാരം, ദേവമണ്ഡലേ ദേവസമൂഹത്തിൻ്റെ നടുവിലിരുന്ന്, മഹാശനാൻ യജ്ഞാംശം കഴിക്കുന്നതിനേക്കാൾ, പ്രിയം ഇവ പ്രിയമെന്നതുപോലെ തോന്നുന്നു, ഇതി എന്ന്, ത്രിദശവരൈ ദേവശ്രേഷ്ഠന്മാരാൽ, സ്തുതഃ സ്തുതിക്കപ്പെട്ട, ത്വം അങ്ങ്, മാം എന്നെ, ഗദാത് രോഗത്തിൽ നിന്ന്, പ്രഭാഹി രക്ഷിച്ചാലും. ഹരിയോ. സാരം: ദേവന്മാരുടെ നടുവിലിരുന്ന് യജ്ഞാംശമായ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഭഗവാനെ പ്രിയങ്കരമായിട്ടുള്ളത് ഗോപന്മാരുടെ നടുവിലിരുന്ന് അവരുടെ ഭക്ഷണം കഴിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയ ദേവസമൂഹം ഭഗവാനെ സ്തുതിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 51 ദശകം സമാപ്തം. ഹരിവും.